നമസ്കാരം. കേരള എക്സ്പ്രസിൽ വീണ്ടും മോഷണ പരമ്പര അരങ്ങേറിയതോടെ നാട്ടിലേക്കുള്ള യാത്ര നരക തുല്യമായിരിക്കുകയാണ് മലയാളികൾക്ക്. ടിക്കറ്റ് കിട്ടാൻ നട്ടം തിരിയണം, സീറ്റ് പിടിച്ചു വാങ്ങണം, ഒപ്പമുള്ളവരുടെ സുരക്ഷ നോക്കണം. അതിനിടയിലാണ് മോഷണം എന്ന പേടി സ്വപ്നവും. കൽക്കാജി ദേശബന്ധു കോളേജിലെ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിനി അനക അനിൽകുമാറിന്റെ ലാപ്ടോപ്പും മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളും അടങ്ങിയ ബാഗ് മോഷണം പോയത് ഇക്കഴിഞ്ഞ 12-നായിരുന്നു. 10,000-ഓളം രൂപയുടെ മേക്കപ്പ് സാധനങ്ങൾ, ആർട്ടിഫിഷ്യൽ ആഭരണങ്ങൾ, വാച്ച്, 3000 രൂപ, കോളേജ് ID, ആധാർ കാർഡ്, പാൻ കാർഡ് തുടങ്ങിയവയെല്ലാം നഷ്ടമായി. മയൂർ വിഹാർ ഫേസ് 2 പോക്കറ്റ് സി താമസക്കാരായ കൊല്ലം മയ്യനാട് അനിൽകുമാറിന്റെയും ലൈനയുടെയും മകളാണ് അനക. 16-നാണ് കൊല്ലം കുറ്റിക്കട KVVES യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി NA നിഷാദിന്റെ ബാഗ് കവർന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പാർലമെന്റ് മാർച്ചിനായി ഡൽഹിയിലേക്ക് വരുമ്പോഴാണ് 7,000 രൂപയും സാധനങ്ങളും അടങ്ങിയ ബാഗ് കള്ളന്മാർ കൊണ്ടുപോയത്. തിരികെ പോകാൻ ട്രെയിൻ ടിക്കറ്റ് എടുത്തിരുന്നെങ്കിലും ദുരനുഭവം ഓർത്ത് വിമാനത്തിലായിരുന്നു നിഷാദിന്റെ മടക്കം. ഈ 2 സംഭവങ്ങളിലും റെയിൽവേ പോലീസ് കേസ് എടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ പരാതിക്കാരെ ഫോണിൽ വിളിക്കുക പോലും ചെയ്തിട്ടില്ല. ദക്ഷിണേന്ത്യൻ ട്രെയിനുകളിൽ കൊള്ള നടത്തുന്നത് ഉത്തരേന്ത്യൻ സംഘം എന്നാണ് പോലീസിന്റെ നിഗമനം. ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശിലെ മിർസാപൂർ എന്നിവിടങ്ങളിൽ നിന്ന് സംഘങ്ങൾ കൂട്ടത്തോടെ കള്ളവണ്ടി കയറി മോഷണം നടത്തി മുങ്ങുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഉറങ്ങിക്കിടക്കുന്ന യാത്രക്കാരാണ് കവർച്ചയ്ക്ക് ഇരയാകുന്നതിൽ അധികവും. ട്രെയിനിന്റെ ജനലിലൂടെ കൈയിട്ട് മാല പൊട്ടിക്കുന്ന കേസുകളുമുണ്ട്. കേരളത്തിൽ നിന്നും തിരിച്ചുമുള്ള ട്രെയിനുകളിൽ മോഷണം പെരുകുന്നതായി റെയിൽവേ തന്നെ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും തടയാനുള്ള ഫലപ്രദമായ മാർഗങ്ങൾ ഇതേവരെ ഉണ്ടായിട്ടില്ല. കേരള എക്സ്പ്രസിലാണ് ഏറ്റവും കൂടുതൽ മോഷണം നടക്കുന്നതെങ്കിലും മംഗള, രാജധാനി, സമ്പർക്ക് ക്രാന്തി എന്നീ ട്രെയിനുകളിലും ഇത്തരം സംഭവങ്ങൾ കുറവല്ല. നാഗ്പൂർ ഇന്റർസിറ്റി ട്രെയിനുകൾ മുതൽ റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ റിസർവേഷൻ ഇല്ലാതെ യാത്രക്കാർ കയറുന്നത് പതിവാണ്. ഇവരെ തടയുന്നതിനുള്ള ശ്രമം അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറില്ല. യാത്രക്കാർ സ്വന്തം നിലയിലാണ് ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത്. ഈ ഭാഗത്ത് രാത്രി വൈകിയാണ് ട്രെയിനുകൾ എത്തുന്നത്. ഭൂരിപക്ഷം യാത്രക്കാരും ഉറക്കത്തിലായതിനാൽ അനധികൃതമായി യാത്ര ചെയ്യുന്നവരെ നിയന്ത്രിക്കുന്നത് ബുദ്ധിമുട്ടാണ്. യാത്ര തിരിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് മാത്രമാണ് പലപ്പോഴും കേരള എക്സ്പ്രസ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ എത്തുന്നത്. നാട്ടിലേക്ക് പോകുന്നവർ ധൃതിയിൽ തങ്ങളുടെ സാധനങ്ങൾ ബോഗിക്കകത്ത് കയറ്റുകയും സീറ്റ് തപ്പിപ്പിടിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് സാധനങ്ങൾ മോഷ്ടിക്കപ്പെടുന്നത്. മോഷ്ടാക്കളുടെ വലിയൊരു സംഘം തന്നെ സ്റ്റേഷനിൽ ഉണ്ടാകും. നിമിഷങ്ങൾക്കകം ബാഗുകളും പെട്ടികളും കൈമറയും. നാട്ടിലേക്ക് പോകുന്ന സ്ത്രീകൾ പലപ്പോഴും സ്വർണ്ണാഭരണങ്ങൾ ശരീരത്ത് തന്നെ അണിയുന്നതും മോഷ്ടാക്കൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഗുജറാത്തിൽ നിന്നും മുംബൈയിൽ നിന്നും കൊങ്കൺ റൂട്ടിൽ യാത്ര ചെയ്ത ചില മലയാളി സ്ത്രീകൾ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ കവർച്ച കേസുകളൊന്നും തുമ്പുണ്ടായിട്ടില്ല. വിലപിടിപ്പുള്ള സാധനങ്ങൾ മാത്രമല്ല, രേഖകളും മോഷണം പോകുന്നു എന്നതാണ് മറ്റൊരു ദുരന്തം. നഴ്സുമാർ ഉൾപ്പെടെ ഒട്ടേറെ മലയാളികൾ രാജ്യത്തിന്റെ നാനാഭാഗത്തും ജോലി നോക്കുന്നുണ്ട്. ഇവരിൽ പലരും യാത്ര ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റുകളും പാസ്പോർട്ടും മറ്റും യാത്രാ രേഖകളും കൂടെ കൊണ്ടുപോകാറുണ്ട്. അവ മോഷണം പോയത് കാരണം കണ്ണീര് കുടിക്കേണ്ടി വന്നിട്ടുള്ളവരും ഏറെയാണ്. ട്രെയിനുകളിൽ കവർച്ചയും മോഷണവും തടയാൻ ശക്തമായ നടപടികൾ എടുക്കണമെന്ന് റെയിൽവേ മന്ത്രിമാർ ആവർത്തിച്ചു പ്രഖ്യാപിക്കാറുണ്ട്. എന്നാൽ പേരിന് മാത്രം 2 പോലീസുകാരെ ചില ട്രെയിനുകളിൽ നിയോഗിക്കുന്നതിൽ ഒതുങ്ങി നിൽക്കുകയാണ് ഈ നടപടികൾ. ഈ പോലീസുകാർക്ക് സംഘടിതമായ മോഷണം തടയാനുള്ള പരിശീലനമോ ശേഷിയോ ആയുധങ്ങൾ പോലും ഉണ്ടാവാറില്ല.